Hey everyone, welcome back to Tall Boy Entertainments. ഞാൻ നീരജ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. എ ബിഗ് താങ്ക്സ് ടു എവ്രി വൺ. അങ്ങനെ ഒടുവിൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി. ഞാൻ ആദ്യമൊക്കെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സ്ലോ ആയി, പിന്നെ വീണ്ടും കുറേ നാൾ വീഡിയോസ് ഒക്കെ ചെയ്ത് വീണ്ടും സ്ലോ ആയി, അങ്ങനെ ഒരു ലാഗടിച്ചായിരുന്നു വന്നിരുന്നത്. പക്ഷെ റിവ്യൂസ് ഒക്കെ തുടങ്ങിയ ശേഷം, അല്ലെങ്കിൽ ട്രെയിലേഴ്സ് മറ്റ് സോങ്സ് ഒക്കെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഞാൻ വീഡിയോസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിനൊടുവിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനൊടുവിൽ എനിക്ക് മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു. അങ്ങനെ ആ സന്തോഷത്തിലിരിക്കുമ്പോൾ നമ്മുടെ വിജയ് ദേവരകൊണ്ട കിടിലൻ ലുക്കിൽ വരുന്ന കിങ്ഡം എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും അതൊന്ന് റിയാക്ട് ചെയ്യണം. തമിഴ് ട്രെയിലറാണ് ഞാൻ കാണാൻ പോകുന്നത്. വിജയ് ദേവരകൊണ്ട, സത്യദേവ്, ഭാഗ്യശ്രീ തുടങ്ങിയവരാണ് ഇതിലെ മെയിൻ കാസ്റ്റ്. അതുപോലെ ഗൗതം തിനാനൂരിയാണ് ഇതിന്റെ ഡയറക്ഷൻ ആൻഡ് അനിരുദ്ധ് മ്യൂസിക്. അതാണ് കുറച്ചുകൂടി എനിക്കൊരു ആകാംക്ഷ തരുന്നത്, എമ്മാതിരി സാധനയ്ക്കും ചെയ്യാൻ പോകുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് സമയം കളയാതെ നേരെ ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ, യെസ്. ஒரு எமர்ஜென்சி ஆபரேஷனுக்காக நீ அண்டர் கவர் ஸ்பையா மாறணும். ஓ, ஸ்பை. ஐயோ, உன் அம்மாவை, வீட்டை, வேலைய, ஊரை எல்லாத்தையும் மறந்துடணும். நீ கால் வைக்க போற புது உலகம் നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല. பண்ண போற மனுஷங்க കേട്ടോ. நீ சந்திக்க போற சிச்சுவேஷன் ரொம்ப ரிஸ்கி ஆபரேஷன் சூரி. ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ളിടത്തുനിന്നും ഒരു മേജർ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് അണ്ടർ കവർ സ്പൈ ആയിട്ട് വിജയ് ദേവരകൊണ്ട മാറുന്ന സംഭവമാണ് സിനിമയുടെ മെയിൻ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇപ്പൊ കേട്ടെടുത്തോളം കണ്ടെടുത്തോളം അത്രത്തോളമാണ് മനസ്സിലായത്. സോ ആ പോലീസുകാരിൽ നിന്നും ഇവിടം വരെയുള്ള ഈ ഒരു ലുക്കിലേക്ക് വിജയ് ദേവരകൊണ്ട മാറി നോക്കിയാട്ടെ. ബോഡിയിൽ വന്ന ചേഞ്ചസ് എമ്മാതിരി ലുക്കാ. ആ മുടിയൊക്കെ മൊത്തം ട്രിം ചെയ്ത് എൻ്റെ പൊന്നെ, കിടിലൻ ഫൈറ്റും കിടിലൻ DOP വർക്കുകളുള്ള അമ്മാതിരി ഐറ്റായിരിക്കും ഇത്, യാതൊരു ഡൗട്ടുള്ള. സോ അനിരുദ്ധിന് പൂണ്ട് വിളയാടാനുള്ള ഐറ്റംസ് ഇതിലുണ്ട്. വിജയ് ദേവരകൊണ്ടയ്ക്ക് ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്, ഒരു ഡൗട്ടും ഇല്ല. சிவா, நீ ஸ்பையா போக போற கேங்குக்கு லீடர். ஓ, உங்க அண்ணன் இங்க மோஸ்ட் வாண்டட் கிரிமினல், ஸ்மக்லர். உனக்கு வேணா கடவுளா இருக்கலாம், அவன் ஒரு ராட்சசன். வேணும்னா அவனுக்காக மொத்தத்தையும் கொடுத்துருவேன் சார். நான் இன்னைக்கு வாழ்வா சாவான்னு இந்த 5 நிமிஷத்துல தெரிஞ்சிடும். ശ്രീലങ്ക ആർമി. ഓ, ബാബുരാജ്. അയ്യോ, വിഘ്നേഷ് അല്ലേ ഇപ്പൊ കണ്ടത്? யுத்தம் இப்போதான் தொடங்கி இருக்கு. ഓ, വിഘ്നേഷ് ഇടുന്നുണ്ടോ? ஐ திங்க் இந்த மண்ணிலேயே ஏதோ பிரச்சனை இருக்கு. மனுஷங்களை கூட ராட்சசர்களா மாத்திடுது. இப்ப அவ என்னடானா இந்த ராட்சசவாயிட்டான். Okay, so next month last. Okay, കിങ്ഡം. അപ്പൊ മലയാളത്തിൽ നിന്നും 2 ആൾക്കാർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ബാബുരാജും വിഘ്നേഷ്, ഐ തിങ്ക് പുള്ളിയുടെ പേര് അങ്ങനെ തന്നെയല്ലേ. എനിവേ,
സംഭവം അപ്പോൾ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഏട്ടനും അനിയൻ തമ്മിലുള്ള ബന്ധമുണ്ട്, അതിൽ ഏട്ടൻ ബോൺ ക്രിമിനൽ, അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ട്. ഇത് കഥ പല ടൈപ്പിൽ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിടത്തോളം. ആൻഡ് പല സീനുകളും കാണുമ്പോൾ പല സിനിമകളിലെയും ഒരു കോസ്റ്റ്യൂം സ്റ്റൈല് അല്ലെങ്കിൽ ഒരു രംഗങ്ങള് അതൊക്കെ ഒന്ന് ഇതിലത്തേക്ക് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എനിക്ക് കണ്ടിടത്തോളം അങ്ങനെ തോന്നി. പല രംഗങ്ങളും കാണുന്ന സമയത്ത്, ഇപ്പോൾ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ഒരു KGF, സലാർ, ബാഹുബലി അങ്ങനത്തെ പല സാധനങ്ങളുടെയും ഒരു ബ്ലെൻഡിങ് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം എന്റെ തോന്നലാണ്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയാ. എനിവേ കണ്ടിടത്തോളം അടിപൊളി സാധനം, മേക്കിംഗ് ഒക്കെ അടിപൊളി ആയിട്ടുണ്ട്. തിയേറ്റർ നല്ല എക്സ്പീരിയൻസ് തരുന്ന, നല്ല സൗണ്ട് ക്വാളിറ്റി തരുന്ന സാധനം തന്നെയായിരിക്കും കിങ്ഡം. സോ എന്താണ് കിങ്ഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് സിനിമയിലെ സ്റ്റോറി, എങ്ങനെയാണ് ഈ സ്റ്റോറി പോകുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആണോ എന്നുള്ളത് തിയേറ്ററിൽ മാത്രമേ കണ്ടാൽ മനസ്സിലാവുള്ളൂ. അനിരുദ്ധിന്റെ കിടിലൻ മ്യൂസിക് നമുക്കിതിൽ എന്തായാലും കാണാൻ പറ്റും. സോ എവരിവൺ, 31 ജൂലൈയിലാണ് സിനിമയുടെ റിലീസ്. എന്തായാലും പോയിട്ട് കാണുക. മലയാളം റിലീസ് ഇല്ലേ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാനിപ്പോൾ തമിഴാണ് ട്രെയിലർ കണ്ടത്, എനിക്ക് തപ്പിയപ്പോൾ കിട്ടിയില്ല. എന്തായാലും മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഒക്കെയുള്ള ഒരുപാട് താരങ്ങൾ സിനിമയിലുണ്ട്. തെലുങ്കിലെ വൺ ഓഫ് ദി ടോപ്പ് മൂവീസ് ആയിക്കട്ടെ. അർജുൻ ദേവരെ കൊണ്ടൊക്കെ നല്ലൊരു ബ്രേക്ക് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് കാണാം. കൂടെ നിൽക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരേക്കും ബൈ.